മൂക്കുത്തിക്കായി ആട്ടയാമ്പതി ന്യൂ ഉന്നതി സ്വദേശി സരസമാളിനെ കൊലപ്പെടുത്തിയ പ്രതിയും അയൽവാസിയുമായ ഉദയകുമാറിന്റെ നീക്കങ്ങൾ കൃത്യമായ ആസൂത്രണത്തോടെ കൂടുതൽ പേർക്ക് കൊലപാതകത്തിൽ പങ്കുണ്ടോ എന്ന കാര്യം കൊഴിഞ്ഞാമ്പാറ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഒറ്റയ്ക്ക് താമസിക്കുന്ന സരസമ്മാളിനെ കാണാനില്ലെന്ന് കഴിഞ്ഞ മാസം 12-നാണ് മകൾ ബേബി കൊഴിഞ്ഞാമ്പാറ പോലീസിൽ പരാതി നൽകിയത്. അന്വേഷണം ആരംഭിച്ച പോലീസ് പ്രദേശത്തെ ചില യുവാക്കളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെയാണ് പ്രതിയെക്കുറിച്ച് സൂചന ലഭിച്ചത്. തമിഴ്നാട്ടിൽ താമസിച്ചു ജോലിക്ക് പോയിരുന്ന ഉദയകുമാർ ഇടയ്ക്കു മാത്രമാണ് ആട്ടയാമ്പതിയിലെ വീട്ടിൽ വന്നിരുന്നത്. സരസമാൾ താമസിക്കുന്ന വീടിന്റെ തൊട്ടടുത്താണ് ഉദയകുമാറിന്റെ വീട്. തൊട്ടടുത്തായി മറ്റു വീടുകളുണ്ടെങ്കിലും മിക്കവരും പണിക്കു പോകുന്നതിനാൽ പകൽ ഈ ഭാഗത്ത് ആരുമുണ്ടാകില്ല. സരസമാളിന്റെ മൂക്കിന്റെ ഇരുവശത്തുമായി ഉണ്ടായിരുന്ന അരപ്പവനോളം വരുന്ന മൂക്കുത്തി പ്രതി നേരത്തെ നോക്കിവച്ചിരുന്നു. സംഭവം നടക്കുന്നതിന് ദിവസങ്ങൾക്കു മുൻപ് ഉദയകുമാറിന്റെ സഹോദരൻ ഒരു പെൺകുട്ടിയെയും കൂട്ടി വീട്ടിലെത്തിയിരുന്നതായി പറയപ്പെടുന്നു. ആ പെൺകുട്ടിക്ക് സരസമ്മാൾ ഒരു സാരി നൽകിയിരുന്നു. സാരിയുടെ പണം ചോദിക്കാനാണ് സരസമ്മാൾ ഉദയകുമാറിന്റെ വീട്ടിലെത്തിയതെന്നും വീടിന്റെ സ്റ്റെപ്പിലിരിക്കുകയായിരുന്ന സരസമ്മാളിനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയ ശേഷം അടിച്ചു കൊലപ്പെടുത്തുകയായിരുന്നുവെന്നും തെളിവെടുപ്പിനായി എത്തിച്ചപ്പോൾ പ്രതി പോലീസിനോട് പറഞ്ഞു. കഴിഞ്ഞ മാസം 10-ന് രാവിലെ 11 മണിയോടെയായിരുന്നു സംഭവം. വെട്ടുകത്തിയുടെ മൂർച്ചയില്ലാത്ത ഭാഗം ഉപയോഗിച്ച് കഴുത്തിനു പിറകിൽ പലതവണ അടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നും പോലീസിനോട് പറഞ്ഞു. വെട്ടുകത്തിയുടെ മൂർച്ചയില്ലാത്ത ഭാഗം ഉപയോഗിച്ച് കഴുത്തിനു പിറകിൽ പലതവണ അടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. സ്ത്രീയുടെ ശരീരത്തിൽ ആഭരണങ്ങൾ ഉണ്ടായിരുന്നു. രണ്ട് ഭാഗത്തും വലിയ മൂക്കുത്തി ഉണ്ടായിരുന്നു. അതായിരുന്നു പ്രതിയുടെ ലക്ഷ്യം. പിന്നെ കുറച്ച് പൈസ സ്ത്രീയുടെ കയ്യിലുണ്ടായിരുന്നു എന്നൊന്നും മനസ്സിലാക്കി തട്ടിയെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് പ്രവർത്തനം ചെയ്തിട്ടുള്ളത്. ഈ കുറ്റത്തിന് ശേഷം പ്രതി ആഭരണങ്ങളും കവർന്നിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് ഈ പൂർണ്ണം തന്നെ കണ്ടെത്താൻ മറ്റു കാര്യം. മൂക്കുത്തികളും മടിയിലുണ്ടായിരുന്ന തുകയും എടുത്ത ശേഷം വീടിനു മുൻപിലുണ്ടായിരുന്ന കുളിമുറിയിലെ ഡ്രമ്മിലിട്ട് മൃതദേഹം കത്തിക്കുകയും പകുതി കത്തിയ തലയോട്ടി ഉൾപ്പെടെയുള്ള ശരീരാവശിഷ്ടങ്ങൾ ചാക്കിൽ കെട്ടി വീടിന്റെ പുറകുവശത്ത് കുഴിച്ചുമൂടുകയുമായിരുന്നു. കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ആയുധവും കുളിമുറിയിൽ നിന്ന് കത്തിക്കരിഞ്ഞ ശരീരാവശിഷ്ടങ്ങളും തെളിവെടുപ്പിനിടെ കണ്ടെത്തി. ബാക്കിയുള്ള മൃതദേഹഭാഗങ്ങൾ വീടിന്റെ പിന്നിൽ കുഴിച്ചിട്ട നിലയിലും കണ്ടെത്തിയിരുന്നു. പുറത്തെടുത്ത മൃതദേഹം DNA പരിശോധന നടത്തും. UTV ന്യൂസ്, പാലക്കാട്.